മലയാളികളുടെ പ്രിയപ്പെട്ട പൂക്കളിലൊന്നായ ചെമ്പരുത്തിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാമല്ലോ. പുതുമണവും പിങ്കുനിറവും കൊണ്ട് പൂത്തുനിൽക്കുന്ന ഈ സുന്ദരിയെ കാണാതിരിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ചെമ്പരുത്തിയുടെ കഥ അവിടെ അവസാനിക്കുന്നില്ല. ഈ പൂവിന് പറയാൻ കേൾക്കാത്ത കഥകൾ നിരവധിയുണ്ട്. ചെമ്പരുത്തി എന്ന പേരിന് രസകരമായൊരു ചരിത്രമുണ്ട്. ചെം എന്നാൽ ചുവപ്പ് എന്നും പരുത്തി എന്നാൽ പഞ്ഞി എന്നുമാണ് അർത്ഥം. ചെമ്പരുത്തിയുടെ നൂലുകൊണ്ട് നൂൽവസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നതിനാലാണ് ഈ പേര് വന്നതെന്ന് പറയപ്പെടുന്നു. ചെമ്പരുത്തി ഒരു സൗന്ദര്യവർദ്ധകം മാത്രമല്ല, ഒരു ഔഷധ സസ്യവുമാണ്. ഈ പൂവിന്റെ ഇലയും പൂവും രക്തസമ്മർദ്ദം കുറക്കാനും കൊഴുപ്പ് കുറക്കാനും സഹായിക്കുന്നു. ഇത് ചർമ്മത്തിലെ അണുബാധകളും ചൊറിച്ചിലും കുറക്കാനും ഉപയോഗിക്കുന്നു. ചെമ്പരുത്തി ഇലകൾ കറിയിലും ചട്നിയിലും ഉപയോഗിക്കാം. പൂവുകൾ ചായയിലും ഐസ്ക്രീമിലും ചേർക്കുന്നു. ചിലയിടങ്ങളിൽ ഇത് വറുത്തു കഴിക്കുകയും ചെയ്യുന്നു. ചെമ്പരുത്തി ഹിന്ദുമതത്തില് കൃഷ്ണന്റെ പ്രിയപ്പെട്ട പൂവായി കണക്കാക്കപ്പെടുന്നു. ഹവായിയിലെ ഇത് രാജകീയ പൂവായി കരുതുന്നു. ചെമ്പരുത്തി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നാണ് വന്നതെങ്കിലും ഇന്ന് ലോകമെമ്പാടും കാണപ്പെടുന്നു. ചെമ്പരുത്തി പൂക്കൾ തേനീച്ചകളുടെയും പക്ഷികളുടെയും പ്രിയപ്പെട്ട ആഹാരമാണ്. അവയുടെ ജീവിതത്തിന് ചെമ്പരുത്തി വളരെ സഹായകമാണ്. അതുകൊണ്ട് ചെമ്പരുത്തി നട്ടുപിടിപ്പിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിനും സഹായിക്കുന്നു. ചെമ്പരുത്തിയുടെ സൗന്ദര്യം കലയിലും സാഹിത്യത്തിലും പ്രതിഫലിക്കുന്നു. ചിത്രങ്ങൾ, കവിതകൾ, ഗാനങ്ങൾ എന്നിവയിലെല്ലാം ചെമ്പരുത്തി ഇടം പിടിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ചെമ്പരുത്തിയെ ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ നടക്കാറുണ്ട്. കേരളത്തിൽ തന്നെ ചിലയിടങ്ങളിൽ ചെമ്പരുത്തി പൂക്കളം തീർത്ത് ഉത്സവം നടത്തുന്നു. ഇതൊക്കെ ചെമ്പരുത്തിയുടെ ചില കൗതുകകരമായ കഥകളും പ്രാധാന്യവും മാത്രം. ചെമ്പരുത്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കൗതുകകരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.